അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഇരിക്കുന്ന ഒരു സ്പെയർ താക്കോലോ കൊണ്ട് ഒന്ന് ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, സ്റ്റാർട്ട് ആകുന്നുണ്ടോ, സ്റ്റാർട്ട് ആകുന്നതിന് ബുദ്ധി. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ നമ്മുടെ കീ വർക്ക് ആകാതെ വരിക, അതായത് റിമോട്ടിൻ്റെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതല്ലാതെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ താക്കോലിട്ട് തുറക്കാമെന്നെങ്കിലും പറയാം. പക്ഷേ താക്കോലിട്ട് തുറന്ന് വാഹനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. അതായത് കീ തിരിച്ചു, വാഹനത്തിൻ്റെ എൻജിൻ കറങ്ങുന്ന ഒച്ച കേൾക്കാം, പക്ഷേ വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ശ്രുതി സുജിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ഒരു കീ വർക്ക് ആകുന്നില്ല, ന്യൂ ബാറ്ററി ഇട്ടു ബട്ട് നോട്ട് വർക്കിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യത്തിനകത്ത് വരുന്നൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നാണോ അതോ എൻജിൻ സ്റ്റാർട്ട് ആകുന്നില്ലെന്നാണോ? രണ്ടും നമുക്കിവിടെ എടുത്ത് പറയാം. അതായത് ഒന്നാമത്തെ കാര്യം, വാഹനത്തിൻ്റെ സ്പെയർ കീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത്. സ്പെയർ കീ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്ററി, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ താക്കോലിനകത്ത് വരുന്ന ബാറ്ററി, കീ ബാറ്ററി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കീ, ഇപ്പോൾ ഒരു ഫ്ലിപ്പ് കീ ആണ്, ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ തന്നെയാണ്, ഫ്ലിപ്പ് ആക്കിയതാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ താക്കോലൊക്കെ ശരിക്കും നമ്മൾ കുറേ നാൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചെന്ന് വെച്ചു, അതായത് സ്പെയർ കീ നമ്മൾ ഉപയോഗിക്കാതെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആയി തുടങ്ങും. ഇതിൻ്റെ ബാറ്ററി ഒരു കാരണവശാലും കുറേ നാൾ മാറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, ഇതിൻ്റെ ഡ്രോപ്പ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഡ്രോപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ കഷ്ടകാലം പിടിച്ച സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബാറ്ററിയുടെ സെല്ലിനകത്ത് ചെറിയ രീതിക്ക് അതിൻ്റെ ആസിഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ബോർഡിനകത്തോട്ട് വീണ് ഈ ബോർഡിനെ കംപ്ലൈൻറ്റ് ആക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയും വരാം. പിന്നെ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ താക്കോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതും നമ്മുടെ ബോർഡിന്, അതായത് സെൻട്രൽ ലോക്കിൻ്റെ ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് നമ്മളിത് കുറേ നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ബാറ്ററി പോയതാണ്, പുതിയ ബാറ്ററി മേടിച്ചിട്ടാലും വർക്ക് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് പോയതായിരിക്കാം. ഇതൊരു കാരണം. ഇനി അടുത്തൊരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇരിക്കുന്ന രണ്ട് താക്കോൽ നമുക്ക് വരുന്നുണ്ട്. രണ്ട് താക്കോലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഒന്നും പറയാൻ പറ്റില്ല. രണ്ട് താക്കോലിൻ്റെ വാഹനം മേടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു താക്കോൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേ താക്കോൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്നാൽ ഈ ഒരു താക്കോൽ നമ്മുടെ നഷ്ടപ്പെടുന്ന സമയത്ത് മറ്റേ താക്കോൽ യൂസ് ചെയ്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഇമ്മൊബിലൈസറിൻ്റെ ലൈറ്റ്, അതായത് ഒരു കാറിൻ്റെ പടം കാണിച്ച ഒരു ലോക്കിൻ്റെ പടം അല്ലെങ്കിൽ ഒരു താക്കോലിൻ്റെ പടം മാത്രം ബ്ലിങ്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഇമ്മൊബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വാഹനത്തിൽ വേറെ ഒരു താക്കോലിട്ടോ അല്ലെങ്കിൽ സെയിം താക്കോൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ താക്കോലിനകത്ത് വരുന്ന ചിപ്പ്, ആ ചിപ്പ് എൻക്രിപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന രീതി ECM-ആയിട്ട്, അല്ലെങ്കിൽ അതായത് ഈ കൊടുത്തിരിക്കുന്ന നമ്പർ, ഈ താക്കോലിന് ചുറ്റും വരുന്ന ഒരു ആൻറ്റിനയുണ്ട്. ഇത് രണ്ടും കൂടെ റീഡ് ചെയ്ത് കോഡ് സെയിം ആണെങ്കിൽ മാത്രം ഈ വാഹനം സ്റ്റാർട്ട് ആകത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും താക്കോൽ ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എൻജിൻ കറങ്ങും, പക്ഷേ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. സ്റ്റാർട്ട് ആകാൻ വേണ്ടിയുള്ള കറണ്ട് അവിടെ ചെല്ലത്തില്ല. അപ്പം ഇതുപോലെ നമ്മുടെ വാഹനം ഏതെങ്കിലും ഒരു രീതിക്ക് വല്ല അപ്ഡേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പം വല്ല നമ്മുടെ ഒരു താക്കോല് അപ്ഡേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്യാനോ ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ താക്കോൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന താക്കോൽ രജിസ്ട്രേഷൻ ഫെയിലായിപ്പോൾ അല്ലെങ്കിൽ മാറിപ്പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ECM-ഓ BCM-ഓ എന്തെങ്കിലും റിപ്പയറോ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് താക്കോൽ, അതായത് നമ്മുടെ ഇരിക്കുന്ന രണ്ട് താക്കോലും കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം നമ്മുടെ രണ്ട് താക്കോലും രജിസ്റ്റേർഡ് ആണെന്ന്. അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഇരിക്കുന്ന ഒരു സ്പെയർ താക്കോലോ കൊണ്ട് ഒന്ന് ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, സ്റ്റാർട്ട് ആകുന്നുണ്ടോ, സ്റ്റാർട്ട് ആകുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിക്കോണം. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന സ്പെയർ കീ എടുത്ത് നിങ്ങളുടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം റെഡി ആണെന്നൊന്ന് കൺഫേം ആക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.